നമസ്കാരം. അവസരങ്ങൾ നിങ്ങളുടെ വാതിലിൽ മുട്ടിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു വാതിൽ സൃഷ്ടിക്കുക. അവസരങ്ങളുടെ വാതിലുകൾ തുറന്നുകൊണ്ട് ഇതാ റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ആൻഡ് ഇന്ന് റെഡ് കാർപ്പറ്റ് നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് ഇന്നത്തെ സെലിബ്രേഷൻ മൂഡിൽ കൊണ്ടുപോകാൻ പറ്റുന്ന 2 ഗസ്റ്റുകളാണ് ഇന്ന് ഞാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വരുന്ന 2 ആൾക്കാരും ഇപ്പോഴത്തെ യങ് ജനറേഷനിലെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ 2 പേരെയും സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം എലീന പടിക്കൽ ആൻഡ് ജിത്തു വേണുഗോപാൽ. കുലപതിയാണ് ഇദ്ദേഹം. ആ കുലയിലൊരു സ്ട്രെസ് ഉണ്ടായിരുന്നല്ലോ കുട്ടിക്ക്. കുലപതി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കണമല്ലോ. എന്തായാലും ഒരുപാട് സന്തോഷം 2 പേരും റെഡ് കാർപ്പറ്റിന്റെ ഗസ്റ്റുകളായിട്ട് ലഭിച്ചതിൽ. ആൻഡ് നിങ്ങളുടെ വിശേഷങ്ങള്, നിങ്ങളുടെ പാട്ട്, ഡാൻസ്, സ്കിറ്റ്, ഗെയിം, പിന്നെന്തൊക്കെ വേണം, അതിഥിയെ പരിചയപ്പെടുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായോ? ഈ കുട്ടി അധികം നമ്മൾ നിർത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് വേഗം നമുക്ക് ഇരുത്താം. ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊന്നും അടങ്ങും. അത് തോന്നൽ മാത്രമാണ്. എവിടെ കസേര വരട്ടെ, കസേര. ശരി, 2 പേരുടെ സ്വർണ്ണ കസേരയല്ല, ചുവന്ന കസേര വരട്ടെ. ഓക്കെ, സോ നമുക്ക് വിശേഷങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് എനിക്കൊരു പരാതിയല്ല, പക്ഷെ എന്നാലും എനിക്കൊരു സംശയം. അതായത് കല്യാണം കഴിച്ച കുട്ടി എന്താണ് അദ്ദേഹത്തെ കൊണ്ടുവരാതെ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? അത് വല്ലാത്തൊരു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങൾ 2 പേരും ഇങ്ങനെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ രോഹിത് കല്യാണത്തിന് മാത്രമേ എന്റെ കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും വരാൻ താല്പര്യമില്ല. അതായത് സ്പെഷ്യലി ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ താല്പര്യമില്ല. ഭയങ്കര ജാട്ടയാണ്. യൂട്യൂബ് എന്തായാലും അങ്ങനെ എഴുതുള്ളൂ. അപ്പൊ അതിന്റെ പറഞ്ഞാൽ അദ്ദേഹം കാണുന്നുണ്ട് എന്നാലോചിക്കുക. അതുകൊണ്ട് അറിയാം, രോഹിത്തിന് അറിയാം രോഹിത് ഒരു ജാടക്കാരനാണ്. രോഹിത് പറയുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ കംഫർട്ടബിൾ അല്ല, എനിക്ക് യു ആർ ടു മച്ച് ഇൻ ടു ദിസ്. അപ്പം നിനക്കത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ പൊക്കോ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ പാവല്ലേ. പുള്ളിക്ക് വേറെ എന്തിലാണ് കൂടുതലൊരു ഇൻട്രസ്റ്റ്? ബിസിനസ്, ഓട്ടോമൊബൈൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രണ്ട് സർക്കിൾസ്, അതൊക്കെ ഇഷ്ടമാണ്. ഇപ്പം ക്യാമറ ഇല്ലാണ്ട് ഇവിടെ ആണെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ നന്നായിട്ട് വർത്താനൊക്കെ പറഞ്ഞു ക്യാമറ ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും അറിയാം. ഹി നോസ് ലിറ്റിൽ ടേംസ്. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് കട്ടല്ലേ അല്ലേ ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഇതൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. വർത്താനം പറയുവാണെങ്കിലും കോൺഷ്യസ് ആയിരിക്കും. ക്യാമറ ഒന്നും ഇല്ലല്ലോ അല്ലേ, ഇങ്ങനെയൊക്കെ നോക്കും, അത്രേ ഉള്ളൂ. പക്ഷെ വെരി വെരി പാവം കൈ. അപ്പൊ അതുകൊണ്ട് ആ പാവം കൈനെ നമ്മൾ അവിടെ ഇരുത്തിയിട്ട് ഈ ആളെയും കൊണ്ട് ഇങ്ങ് പോന്നു. ആൻഡ് താങ്കൾ എന്താണ്, അതായത് ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് വെറുതെ ഗൂഗിളില് ജിത്തു വേണു ചുമ്മാ ആളെയൊക്കെ അറിയാം, പക്ഷെ മൊത്തം തമിഴാണ്. തമിഴാ? தமிழ் கிடையாது, நான் தமிழ் இண்டஸ்ட்ரி தான் வந்தேன். ഓ, തമിഴ് ഇൻഡസ്ട്രിയിൽ ഇങ്ങ വന്നിട്ടിയാ? എതുക്ക് വന്നേ? അല്ല, ബിഗിനിങ് സ്റ്റേജ് അതായിരുന്നു, ഇൻഡസ്ട്രിയിൽ വരുന്ന ടൈമിൽ അതായിരുന്നു. പിന്നീടാണ് ഒരു മറ്റേ ഹൊറർ സീരിയൽ ആതിര. ആൻഡ് തമിഴാണോ മലയാളമാണോ കംഫർട്ടബിൾ? അല്ലെങ്കിൽ കംഫർട്ടബിൾ എന്ന് മാത്രമല്ല, മൊത്തത്തിൽ എന്താ തോന്നുന്നത് 2 ഇൻഡസ്ട്രിയും കമ്പയർ ചെയ്യുമ്പോൾ? കിട്ടാത്തിനുള്ള വിഷമമുണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ. അങ്ങനെയില്ല, രണ്ടും നമ്മുടെ ഒരു പ്രൊഫഷനാണല്ലോ, ആ രീതിയിൽ നമ്മൾ ആ ബേസിൽ നോക്കണല്ലോ, അത്ര തന്നെയുള്ളൂ. പക്ഷെ നല്ല സൗണ്ട് ആണ് അല്ലേ ജിത്തുവിന്? പക്ഷെ പാട്ട് പാടാൻ പറയണ്ട, പാട്ട് പാടാൻ ഞാൻ പറയില്ല. അല്ലല്ല, ഞാനല്ല ഡബ് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ പുള്ളിയാണ്. പക്ഷെ മലയാളത്തിലോ? തീർച്ചയായും ഞാനല്ല. തീർച്ചയായും ഞാനല്ല. ഞാനല്ലാത്തോട്ട്. പക്ഷെ അങ്ങനെയല്ല, നല്ല സൗണ്ട് ആയിട്ടും എന്താ അത് ട്രൈ ചെയ്യാത്തത്? ഇല്ല, ഞാൻ ബേസിക് അറിയാലോ, തൃശ്ശൂരാണ്. ഓ, അതുകൊണ്ട് തൃശ്ശൂരാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീതാ കല്യാണം ചെയ്യുന്ന ടൈമില്, മലയാളികൾ അറിയുന്ന അങ്ങനെയാണല്ലോ, ചെയ്യുന്ന ടൈമില്. ബട്ട് ഒരു എക്സാമ്പിൾ പറയാണ്, എന്താണമ്മേ വരാത്തത് എന്നുള്ള ചോദ്യം തൃശ്ശൂർ സ്ലാങ്ങിന് എങ്ങനെയിരിക്കും? എന്തുറ്റമ്മ വരാത്തത്? അല്ല, ശരിയല്ലേ? ഞാൻ 2 വട്ടം ഡബ് ചെയ്യാൻ പോയതാ. പിന്നെ അവിടുത്തെ ആളെ തന്നെ പറഞ്ഞു, വേണ്ടട്ടോ, അങ്ങനെ ക്രാവൊന്നും അങ്ങനത്തെ ഇതൊന്നും വരില്ല എനിക്ക്. പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന് യൂസ്ഡ് ആയി സ്ലാങ് ആയി വന്നു തുടങ്ങി. ഈ ആങ്കറിംഗിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ഒരു സീരിയലിലേക്ക് എലീനയുടെ മുഖം കാണുന്നത്. അപ്പോ വേണം വെച്ചിട്ട് ചൂസ് ചെയ്താണോ അതെയോ നിർബന്ധിതയായതാണോ? ആ നിർബന്ധിതയായതാണ്. എങ്ങനെ? സോ ബേസിക്കലി ആസ് എൻ ആങ്കർ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ അഭിനയിക്കാൻ എന്നുള്ളൊരു രംഗം എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് അഭിനയം എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് അഭിനയിക്കാൻ പറ്റത്തുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന
ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ വർഷങ്ങളായിട്ടും ഞാൻ എന്താ പറയുക, എന്റെ ചെറുപ്പത്തിലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലിൽ തന്നെ ഒരു ഓഫർ വന്നപ്പോൾ അവരെല്ലാരും കൂടെ ഭാര്യ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ അവര് നായിക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു ഡിഫറെന്റ് രീതിയിലാണ് നോക്കുന്നത്, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്, പക്ഷെ ആയിരിക്കും ഹീറോയിൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് ഹെയർ, അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് എലീനയാണ് ആപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് പൈലറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പൈലറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു പേപ്പറിൽ സൈൻ ചെയ്തു എന്നുള്ള സത്യം. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ച എന്താ അതെ, അത് ജോസേട്ടനും അറിയാവുന്ന കാര്യമാണ്. അപ്പം സൈൻ ചെയ്തു എന്നുള്ള സത്യമാണ്. അപ്പം അതിലെന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറി നമ്മൾ വേറെ ആളുടെ അടുത്ത് പറയരുതെന്നും നമ്മൾ ഇത്ര ദിവസം ചെയ്തിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഡേറ്റ് ഒക്കെ എനിക്ക് വിളിച്ചു തരുന്നേ, ഒരു മറ്റേ 10 ദിവസത്തെ ഡേറ്റ് ഉണ്ടാവില്ല, ആദ്യത്തെ ഒരു 3 മാസത്തെ ആവേശം. അപ്പം 10 ദിവസത്തെ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല, അത് നമ്മൾ കാസ്റ്റ് ചെയ്തു എലീന ബാക്കിയത്. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. വീട്ടുകാർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. സോ വീട്ടുകാർ വിളിച്ച് ചാനലുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അവസാനം എല്ലാവരും കൂടെ ഒരു വലിയ ചർച്ച ചെയ്തിട്ട് അവർ പറഞ്ഞു ശരി 100 എപ്പിസോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ മാറണമെങ്കിൽ മാറാന്ന് പറഞ്ഞു. 100 എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറാത്തതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. ഓക്കെ, അതായത് ആ ക്യാരക്ടറിന്റെ ഓരോ മൂളര് വരെ ആൾക്കാർ ശ്രദ്ധിച്ച് എന്നോട് വന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ശരി, ഞാൻ ഇനി ആ ക്യാരക്ടറിനോട് ചെയ്യുന്ന തെറ്റാണ് ഞാൻ പോയി കഴിഞ്ഞാൽ. ഒരു പക്ഷെ എന്നെക്കാട്ടിലും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുമായിരിക്കും, പക്ഷെ ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ടൈം പീരീഡ് എടുക്കും. പിന്നെ എന്തിനാണ് വെറുതെ കൊല്ലുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതെന്റെ ആദ്യത്തെ അവസാനത്തെ സീരിയലായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞും എനിക്ക് ഓഫേഴ്സ് വന്നപ്പോഴും ഞാൻ ചെയ്യാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ എനിക്ക് ആ ഭാര്യയിലെ നയന മതി, അല്ലെങ്കിൽ അതുപോലെ ഒരു ക്യാരക്ടർ കിട്ടണം. അതിന്റെ ഇടയിൽ എനിക്കറിയാം കട്ടപ്പനയില് ഞാൻ ചെയ്ത ക്യാരക്ടർ ചെയ്തത് ഈ കുട്ടിയാണ്, ഈ ദുഷ്ടയാണ്. അതിന്റെ പിന്നെ അതൊക്കെ ഓരോ രഹസ്യങ്ങളാണ് എന്റെ. ഈ കൊച്ചതെല്ലാം തപ്പി പിടിച്ച് കുട്ടി ചെയ്തു കട്ടപ്പനയില്. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. അല്ല, ഈ റോളല്ലേ ഈ കട്ടപ്പന ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ചോദിച്ചതാണ്, നോട്ട് യുവർ റോൾ ഫോർ പ്രയാഗ മാർട്ടിൻസ് റോൾ. അവർ ഡിസ്കസ് ചെയ്തപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ നോ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ഇക്ക നാദർഷിക്ക പറഞ്ഞു നീ എന്തായാലും എന്റെ സിനിമയിൽ അഭിനയിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചെന്നൈന്ന് ഷൂട്ടിന്റെ കാര്യം പറഞ്ഞു വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നേരെ ചെന്നൈക്ക് വന്നു. പക്ഷെ ബാക്കി എല്ലാവരും സെയിം ടീം. ഷീ വാസ് ഓൺലി പേഴ്സൺ ഹു വാസ് ലെഫ്റ്റ് അലോൺ. ആ റോള് ഞാൻ ചെയ്തു, പക്ഷെ അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതാണ് രസം. അത് പറയാൻ പാടില്ല, പെട്ടെന്ന് കോവിഡ് ഒക്കെ വന്നോണ്ടാണ്. പക്ഷെ ഞാനും എപ്പോഴും നാദർശിയോട് ചോദിക്കും ആരാണ് എന്റെ ക്യാരക്ടർ, ഞാൻ ചോദിക്കും ജസ്റ്റ് ആരാണ്. അപ്പൊ ആദ്യം ഒന്നും പറഞ്ഞില്ല, ലാസ്റ്റ് ആണ് പറഞ്ഞത് നമ്മുടെ എലീനയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി സീൻസ് ഉണ്ട്. അത് ഓപ്പോസിറ്റ് ജയിങ്ങളൊക്കെ വലിയ ആൾക്കാരെന്ന് ഒരു തമിഴ് അറിയാത്ത ഞാൻ പോയി ജയിന്റെ മുന്നേ അഭിനയിച്ചു തരുന്ന ഞാൻ ചോദിച്ചു നീങ്ക വലിയ സംഭവം. കാരണം എന്റെ തമിഴ് കേട്ട് പുള്ളിക്കാരൻ ചിരിയോ ചിരി. എനിക്കാണ് ഒട്ടും തമിഴ് വരാത്ത ഒരാളാണ്. അപ്പം അവിടുന്ന് മോഡുലേഷൻ വരുമ്പോൾ ഞാൻ ലിപ്പ് കറക്റ്റ് ആയിട്ട് പിടിക്കും. താങ്കളുടെ കാര്യത്തിൽ താങ്കൾ BBA MBA എന്നീ വേണ്ട സകല കോഴ്സുകൾ ചെയ്തിട്ട് ഇങ്ങനെ മിടുക്കനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ വേറെ ജോലികൾ, അച്ഛനാണെങ്കിൽ ഗൾഫിലാണല്ലേ, ഒരുപാട് കമ്പനീസ് ഒക്കെ ഉള്ള അദ്ദേഹമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് അച്ഛൻ വിളിക്കുകയാണ് മോനെ വാ കേറി വാ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല അങ്ങനെ എന്താ പറയാ, ഞാൻ ഈ ഫീൽഡിൽ സ്ട്രഗ്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ ശരിക്കും. ഇപ്പോൾ പ്രൊഫഷൻ, നമ്മളിപ്പോൾ ഒരു ആക്ടിങ് ഒരു പ്രൊഫഷനായി എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരണം, അതിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മൾ MBA കഴിഞ്ഞ ടൈമിൽ സർട്ടിഫിക്കറ്റ് മൈറ്റ്സ് ഇങ്ങനെ മറ്റേ കോളേജിൽ പോകണമെങ്കിൽ ഇതിങ്ങനെ പിടിച്ച് കമ്പനിയിലേക്ക് പോകുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ആയിരിക്കും എനിക്ക് ആക്ടിങ് മതി എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്താ പറയുക, നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി വന്നപ്പോൾ നമ്മൾ കയറുകയാണ്, ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ അവർ തന്നെ മനസ്സിൽ വിചാരിക്കും നീ പെർഫോം ചെയ്യുന്നുണ്ട് പോകോ കണ്ടിന്യൂ എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സീതാ കല്യാണം ചെയ്യുന്നത്. അപ്പം ആ ഫ്ലോയിലങ്ങ് പോയി. ഈ ജിത്തുവിന് എപ്പോഴെങ്കിലും അഭിനയം അല്ലാതെ ആങ്കറിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആങ്കറിങ് അല്ലെങ്കിൽ പാട്ട് പാടുക, അതെന്താന്ന് എനിക്ക് മനസ്സിലായി. പണ്ടൊക്കെ ചെയ്യായിരുന്നു എന്റെ വായ തന്നെ വന്നല്ലോ. ശിവ ശിവ ഉമ്മർ എന്തിനു മഹേശ്വരി അങ്ങനെയൊക്കെ ചെറിയ 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 എനിക്ക് അങ്ങനെ ഒരു കൈയടി വരട്ടെ. എന്ത് എനിക്ക് ഡയലോഗ്സ് അറിയില്ല. മഹേശ്വരി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് സഹകരിച്ചാൽ. ഡയലോഗ് ഒക്കെ നോക്കിയേ. മഹേശ്വരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് സഹകരിച്ചാൽ ഞാൻ നിനക്കൊരു ആന വാങ്ങിത്തരാം. അത്ര പറഞ്ഞാൽ മതി. ആന വാങ്ങിത്തരാം അത്ര പറഞ്ഞാൽ മതിയോ? ശരി. മഹേശ്വരി നീ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ നിനക്ക് ആനയെ പിടിച്ചു തരാം.
ചീനി മേടിച്ചു തരാം, ആരെ പിള്ളത്തെ മേടിച്ചു തരാം. എന്തേ നല്ലതായിരുന്നു. ഞാനും പറഞ്ഞു ഇനി പുള്ളിക്കാരോട് ഒരു മിമിക്രി ചെയ്യാൻ പറഞ്ഞു. എലീന സുരേഷ് ഗോപി സാറിനെ ഒന്ന് ചെയ്യും. അയ്യോ ഒന്നും എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? പാട്ട്? No, how dare you? I am dare. No dare facts. ഇപ്പൊ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ആൾക്കാരുടെ ഉള്ളിൽ ഞാനൊരു നല്ല കുട്ടിയായിട്ടിരിക്കും. രോഹിത് എന്തൊക്കെയാണ്? രോഹിതിനെ പറ്റി സംസാരിക്കും, മാർക്ക് ഞങ്ങൾ സംസാരിക്കും. അല്ല, രോഹിത് എന്തൊക്കെ കാര്യങ്ങൾ കലാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് വരയ്ക്കുക ചെറുതായിട്ട് അങ്ങനെ വലിയ ഗായകനൊന്നുമല്ല. പാട്ട് പാടും. ഇത് പാട്ട് അങ്ങനെയല്ല, അച്ഛനും അമ്മ അത്ഭുതപ്പെടും. പാട്ടോ അവൻ ആക്ച്വലി എനിക്ക് പാടി തരാറുണ്ട്. നിങ്ങൾ തമ്മിൽ പ്രണയിച്ച് കുറേ നാള് പ്രണയിച്ചു കഴിഞ്ഞിട്ടാണ് കല്യാണമൊക്കെ നടന്നത്. സോ ഇപ്പൊ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇപ്പോഴും ആ പ്രണയിക്കുന്ന പോലത്തെ തന്നെയാണോ നിങ്ങളുടെ ഫീല്? ഭാര്യ ഭർത്താവായത് നിങ്ങൾക്ക് ഓർമ്മയില്ല? വേണമെങ്കിൽ ഞാനൊരു കറക്റ്റ് സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഡോണ്ട് ടേക്ക് ഇറ്റ് മിസ്റ്റേക്ക്, ടേക്ക് ഇറ്റ് ആസ് ഫൺ. ഓക്കെ, സോ ബേസിക്കലി കല്യാണം കഴിഞ്ഞ് ഒരു 3rd ഡേയോ 4th ഡേയോ ഈ പറയുന്ന പോലെ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വിരുന്നെല്ലാം പോയി കഴിഞ്ഞു ഇങ്ങനെ ഉറങ്ങുക. അപ്പൊ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ രാവിലെ ആയപ്പം അമ്മയുടെ കോള് പെട്ടെന്ന് വരുവാ. അപ്പൊ രോഹിത് ഇങ്ങനെ എന്നെ ഹഗ് ചെയ്ത് കിടക്ക. ഞാൻ പെട്ടെന്ന് അമ്മയുടെ കോള് രോഹിത്തിന് കൈ മാറ്റിട്ട് അമ്മ വിളിക്കുന്നു. രോഹിത്തിനോട് ശരിയാണല്ലോ, കല്യാണം കഴിഞ്ഞല്ലോ. അല്ല, ഇത് എന്നെ കഷ്ടമാന്നേ. അപ്പൊ നിങ്ങളെ പിടിച്ചിരിക്കുന്നത് പിന്നെ പേടിച്ചത് ഒരു വെപ്രാളം. അയ്യോ അമ്മ. ഞാൻ വീട്ടില് അന്ന് ഇന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓക്കെ പറയാണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കില്ല, സോ ഡോണ്ട് വരി, ഞങ്ങൾ ഇങ്ങനെ തന്നെ സിംഗിൾ ആയിട്ട് നിന്നോളാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ ഓക്കെ പറയുകയും ചെയ്തു. ഇതെന്താ സംഭവിച്ചു? ഞാനും എലീനയും കൂടി മാറി ഇതിൽ എഴുതിയിരിക്കുന്ന കുറെ സാധനങ്ങൾ ഇങ്ങനെ വിഷമിക്കണ്ടേ, ഞാൻ ചോദിക്കില്ല, കാരണം എഴുതിയിരിക്കുന്ന മലയാളത്തിലാണ്. എന്നാ ഞാൻ മാത്രം ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ എന്താണോ പറയുന്നത് അതിങ്ങനെ അപ്പപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കണം. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൈമ് പോലെ, ഡയലോഗ് വേണ്ട, ആക്ഷൻസ് മാത്രം. വെള്ളം കോരിയാന്ന് പറയുമ്പോ വേഗം അങ്ങനെ. സോ നമ്മള് തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ റെഡി? 1 2 3 മ്യൂസിക്. നാരങ്ങ പിഴിയുക. നാരങ്ങ പിഴിയണോ? പിഴിഞ്ഞോ? നാരങ്ങ നന്നായിട്ട് പിഴിയൂ. ഒരു നാരങ്ങ പോരാ, 2-3 നാരങ്ങ. അത് പിഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറൊരു സിറ്റുവേഷൻ. തീപ്പെട്ടി കൊളുത്തി ബീഡി വലിക്കുക. നാരങ്ങ പിഴിയുന്നു, അതിന്റെ കൂടെ തീപ്പെട്ടി വലിച്ച് ബീഡി വലിക്കുന്നു. പിഴിഞ്ഞോ? ഒരു പുക വിടൂ. ചുമക്കൂ. പുക വിട്ടാൽ ചുമക്കണം. മോഹൻലാലിന്റെ നടപ്പ് നാരങ്ങ പിഴിയിൽ കഴിഞ്ഞു. ഇനി ബീഡി വലിച്ചു മോഹൻലാലിന്റെ നടപ്പ്. അയ്യോ സിഗരറ്റ് എടുത്ത് കളയൂ. വായിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കളയൂ. മോഹൻലാൽ നടന്നു പോകുമ്പോൾ കാലിൽ മുള്ളു കൊള്ളുന്നു. മുള്ള് നല്ല മുള്ള് വേദനിക്കുന്നു. അത് വേറെ മുള്ളായി പോയില്ലേ? അതായത് മറ്റേ ഇങ്ങനത്തെ മുള്ള. ചെവിയിൽ ഒരു സുഖം കിട്ടാൻ ഒരു തൂവലിടുക. ലാലട്ടൻ വേണ്ട, വേറൊരാള് ചെവിയിൽ തൂവലിടുന്നു, നല്ല സുഖം.